ഹായ് ഫ്രണ്ട്സ്, അന്നേരം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്നത്തെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് മൂന്നാറാണ്. ആലപ്പി ടു മൂന്നാർ. ഇപ്പം മണി 5 മണിയായി. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി പോവുകയാണ്. ഓക്കെ, അന്നേരം റൂട്ടിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഏറ്റുമാനൂർ ജംഗ്ഷനിൽ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ബബ്ലൂസ് ചായ ആയിട്ട് വന്നിരിക്കുവാണ്. ബബ്ലൂസ് കുടിച്ചാ? ബബ്ലൂസിന് എന്തോ വേണ്ടത്? ബബ്ലൂസിന് ബൂസ്റ്റ് ചായ മതി. അന്നേരം ഞാൻ ചായ കുടിക്കാൻ പോവാണ്. ബബ്ലൂസ് വണ്ടി നിറങ്ങട്ടെ. ഓക്കെ ബബ്ലൂസേ, ഓക്കെ. അന്നേരം ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും. ഓക്കെ പാപ്പ. അങ്ങനെ ഞങ്ങൾ പൂരി ബജിയൊക്കെ വാങ്ങിച്ച് കുറെ നാൾ കൂടി ഇരുന്നാണ് പൂരി ബജി കഴിക്കുന്നത്. ഇതിന്റെ കൂടെ ചമ്മന്തിയൊക്കെ കിട്ടി കേട്ടോ. ആദ്യമായിട്ടാണ് പൂരിയുടെ കൂടെ ചമ്മന്തി കഴിക്കുന്ന. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി നമ്മുടെ മൂന്നാർ ലക്ഷ്യമാക്കി ഇതാ ഞങ്ങളുടെ മയിൽ വാഹനമായിട്ട് പോകാൻ പോവാണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ വീണ്ടും ഇവിടെ യാത്ര തുടരുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഞങ്ങളുടെ കുടുകുടു വണ്ടിയായിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ നമ്മള് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞേക്കുവാണ്. 2 സൈഡിലുമായിട്ട് നിറയെ റബ്ബർ തോട്ടങ്ങൾ കാണാം. നോക്കിക്ക് എന്ത് രസമാണെന്ന്. ആഹാ, ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോ എന്തുവാന്നറിയാം, പൈനാപ്പിൾ കൃഷി. എവിടെ നോക്കിയാലും പൈനാപ്പിൾ കൃഷി മാത്രമേ ഉള്ളൂ. നോക്കി കേൾക്കണ്ട, കാണാൻ പറ്റുന്നുണ്ട്. ചിലയിടത്തൊക്കെ പൈനാപ്പിള് വിളവെടുക്കാറായി കിടപ്പുണ്ട്, ചിലയിടത്തൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. കൂടാതെ ജാതിക്ക ഉണ്ട്. നല്ല ജാതിക്കയുടെ മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടാ. ഈ ജാതിക്ക തോട്ടത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പം നമുക്ക് വീഡിയോയിൽ മുഴുവൻ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റാത്തത്. പിന്നെ കാപ്പിക്കുരു നിറയെ നിൽപ്പുണ്ട്. കാപ്പിയുടെ കൃഷി. ചിലയിടത്തൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടും കാണാം. എന്തായാലും മൂന്നാർ ചെല്ലുമ്പോൾ നിറയെ സ്പൈസസ് കൂടാതെ തേയിലയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനു മുമ്പായിട്ട് മൂന്നാർ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു പാലത്തിന്റെ അടുത്തെത്തിയേക്കാണ് കേട്ടോ. ഒരുപാട് വീതിയൊന്നും ഇല്ലാത്ത പാലമാണ്. ഈ പാലത്തിന്റെ പേര് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെയാണ് പോകുന്നത്. ഫുള്ള് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകരുത്. കാരണം നിങ്ങൾ പല പല കാര്യങ്ങൾ അറിയുന്നല്ലേ. ചിലപ്പോൾ ഗൂഗിൾ മാപ്പിനും തെറ്റ് പറ്റാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പോകുമ്പോൾ ശ്രദ്ധിക്കുക. എന്തായാലും നല്ല അടിപൊളി ഒരു പാലമാണ്. 2 വണ്ടിക്ക് കഷ്ടിച്ച് പോവാം, അത്രേ പറ്റത്തുള്ളൂ. ഇതിൽ കൂടെ ഒരു വണ്ടി പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കേട്ടോ. 2 വണ്ടി പോകാൻ ശ്രമിക്കരുത്. അത് ഭയങ്കര പാടാണ്. വണ്ടി ഒരയാനൊക്കെ സാധ്യതയുണ്ട്. ചിലവരതൊന്നും നോക്കാതെ ഇങ്ങനെ എടുത്തോണ്ട് പോവാണ്. ഒരു വണ്ടി പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു സൈഡിൽ.
അതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഈ പാലത്തിൽ കൂടി പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് നല്ല കാഴ്ചകൾ കാണാം. നല്ല കനാലാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് വരുന്നതോടെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങള് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഓരോ ഭാഗത്തും ഓരോ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങള് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കാൻ പോവാണ്. കണ്ട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന കണ്ട. ഇവിടെയാണ് ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ല, വെള്ളമില്ലാത്ത ചാട്ടേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ട വേനലിൽ വരണ്ടു പോയി. ഇതൊക്കെ കാണുമ്പോ ഒരു സങ്കടമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോ എന്ത് സന്തോഷമാണ് അല്ലേ, അതൊക്കെ കാണാനും ആസ്വദിക്കാനും. എന്തായാലും എന്നിട്ട് പോയി നിറയെ ആൾക്കാർ ഇവിടെ മാറി നിൽക്കുവാണ് കേട്ടോ. ശരിയാണ്, വെള്ളച്ചാട്ടം ഇല്ലെന്ന് പറഞ്ഞ് ഈ ഏരിയ ആരും തഴയുന്നില്ലല്ലോ. ചിലര് നമ്മളെ ഒന്നുമില്ലാത്തപ്പം ഉപേക്ഷിച്ചു പോകുന്ന പോലെ. അത് തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ കുട്ടിക്കുട്ടു വണ്ടിയായിട്ട് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. കുറച്ചു ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിമാലി ടൗൺ എത്തും കേട്ടോ. അപ്പം യാത്രകൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതുവരെയും ഇതുപോലുള്ള യാത്രകളൊന്നും പോകാത്തവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമന്റ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലുള്ള യാത്രകൾ ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് നമുക്ക് കാണാനുണ്ട്, അറിയാനുണ്ട്. അത് നമ്മൾ നമ്മുടെ വീടിന്റെ അകത്ത് മാത്രം ഒതുങ്ങി കൂടാതെ പുറത്തോട്ട് യാത്ര ചെയ്താൽ മാത്രമേ അതൊക്കെ കാണാനും അറിയാനും ഒക്കെ കിട്ടാൻ പറ്റത്തുള്ളൂ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ സംസ്കാരമുണ്ട്. ഓരോരുത്തരുടെ ഭക്ഷണ രീതികളും അവരുടെ ജീവിത രീതികളും ഒക്കെ അറിയാനുള്ള കാര്യമാണ് കേട്ടോ. എന്തായാലും ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തരുന്നത്. എന്തായാലും അടിപൊളിയായിരിക്കും ഈ മൂന്നാർ യാത്രയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. കാരണം ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് പോകാം. ഇതാണ് നമ്മുടെ അടിമാലി ടൗൺ കേട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പൊ എത്തും എന്നാണ്. ഇപ്പോഴെങ്ങും എത്തത്തില്ല. എന്തായാലും എത്താതിരുന്നാ മാത്രമല്ല നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാണ്ടെന്നറിയാവാ. എന്താ ഇതാണ് നമ്മുടെ അടിമാലി ടൗൺ. ഇനി ഒരുപാട് പോകാനുണ്ട്. കുറച്ചു ദൂരം പോയപ്പോ തന്നെ വല്ലാത്ത ദാഹം, നല്ല ചൂടല്ലേ. അങ്ങനെ ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇവിടെ ഇന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. കാരണം ഒരുപാട് നേരം ബൈക്കിലൊക്കെ ഒറ്റ ഇരിപ്പ് ഇരുന്ന് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നിന്നിട്ട് വേണം പോകാൻ വേണ്ടി. ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിന്ന സ്ഥലത്ത് നിറയെ ഏലക്കാത്തോട്ടമായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഇടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി മൂന്നാർ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ, ഇതൊരു വ്യൂ പോയിന്റ് ആണേ. ഇതിലെ വരുമ്പോ മൂന്നാർ എത്തുന്നതിന് മുമ്പായിട്ട്, അതായത് മൂന്നാർ ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് എല്ലാരും വണ്ടി നിർത്തി ഇവിടെ ഇന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. നോക്കിക്കേ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാലുണ്ടല്ലോ അതിമനോഹരമായ കാഴ്ച, കണ്ണെടുക്കാനേ തോന്നത്തില്ല. എന്ത് ഭംഗിയാണെന്നറിയാവാ. അത്രയ്ക്ക് അടിപൊളി തേയിലത്തോട്ടങ്ങള് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മോളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങി. ചാറ്റൽ മഴയും ഉണ്ട്. മഴ ചതിക്കുമെന്നാണ് തോന്നുന്നത്. ഇതൊരു പോലീസ് ഹെഡ് പോസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് ഹെഡ് പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടും അല്ലേ. ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മള് ഫോട്ടോയും വീഡിയോ ഒക്കെ അറിയാതെ എടുത്തു പോകും. അത്രയ്ക്ക് ഭംഗിയാണ്. എന്ത് രസമാണെന്ന്. നിങ്ങൾ മൂന്നാർ വരുമ്പോ ഇതൊക്കെ കാണുവാണ്. അവിടെ നിന്ന് കേറി ഇതിന്റെ മുകളിലൊക്കെ കേറിയിട്ടാ പോവാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത്, ചാറ്റൽ മഴ വീഴുന്നുണ്ട്. നേരത്തെ കുറച്ച് കൂടുതൽ മഴയുണ്ടായിരുന്നു. ഇച്ചിരി നേരമൊക്കെ നിന്ന്. അപ്പൊ ഇച്ചിരി കുറഞ്ഞപ്പോ പെട്ടെന്ന് വണ്ടി എടുത്തതാണ്. കാരണം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോകും. പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗത്ത് മഴ കാണത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. കുറേ നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. എന്തായാലും മഴ ചതിക്കത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയിലങ്ങ് പോവുക. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും കയറി നിൽക്കാൻ പോലും പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ വേറൊരു കാര്യമുള്ളത്,
ഈ റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്റർ കുറവായിരിക്കും, കുറച്ച് കിലോമീറ്റർ മാത്രം പോയാൽ മതിയായിരിക്കും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി മണിക്കൂർ കണക്കിന് കളയേണ്ടി വരും. അതാണ് ഇങ്ങനെയുള്ള പ്രദേശത്തൊക്കെ പോയാലുള്ള പ്രത്യേകത. എത്ര ഓടിച്ചാലും എത്തത്തില്ല. കാരണം മലമ്പ്രദേശമല്ലേ, പതുക്കെ ഓടിക്കാനും പറ്റത്തുള്ളൂ. എന്തായാലും എവിടെ നോക്കിയാലും മൊത്തം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ചെറുതായിട്ട് തണുപ്പുണ്ട്. നല്ല കൊടും ചൂടത്ത് ഇവിടുന്ന് തണുപ്പ് ആസ്വദിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഇതാ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി, പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. കോട ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മഴ പെയ്ത് കഴിഞ്ഞപ്പോ കോടയായിരിക്കും. അപ്പൊ നമുക്ക് പുറത്തു പോലും ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയായിരിക്കും. നമ്മുടെ നാട്ടില് ചൂടായതുകൊണ്ട് ചൂടിൽ നിന്ന് ഒരാശ്വാസത്തിനാണ് മൂന്നാർ വന്നത്. അപ്പൊ ദാ ഇവിടെ കിടക്കുന്നു മഴ. എന്തായാലും കുഴപ്പമില്ല. ഇത് ഇപ്പൊ എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടാ. ഞാൻ ഇതൊക്കെ പറയുമ്പോ നിങ്ങളും ഇപ്പൊ ചിന്തിക്കും, മഴയത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഴയില്ല, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൂട് ഉള്ളപ്പം എടുത്തതാണ്. അപ്പൊ ഓരോ പാട്ടായിട്ട് ഇങ്ങനെ ഇടവിട്ടല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും എന്ത് രസമാണെന്ന് നോക്കിയേ. ആഹാ, ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തേയിലയൊക്കെ കിട്ടും കേട്ടോ. നല്ല സ്പൈസസ് ഒക്കെ കിട്ടും. നിങ്ങൾ ഉറപ്പായിട്ടും വരുന്നവര് ഒരുപാട് തേയില വാങ്ങിച്ചോണ്ട് പോകണം. നല്ല കെമിക്കലൊന്നും ചേരാത്ത, കളറൊന്നും മായം ഒന്നും ചേരാത്ത തേയിലയൊക്കെ കിട്ടും. നല്ല ടേസ്റ്റുള്ള തേയില കിട്ടും. അങ്ങനെ ഇനി ഞാൻ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കുറച്ചു നേരം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കും കേട്ടാ. നമ്മുടെ ഈ തേയിലത്തോട്ടവും അതുപോലുള്ള നല്ല നല്ല കാഴ്ചകളും നോക്കിക്കേ. ഓരോ സ്ഥലത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നിൽക്കൊണ്ട്. ഇവിടെയൊക്കെ കാണാൻ മാത്രം ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. കൂടുതൽ ആൾക്കാർ ഈ തേയിലത്തോട്ടം കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനിയുള്ള കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ മൂന്നാർ യാത്ര? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ജാക്കറ്റ് ഇട്ടുകൊണ്ട് അറിയുന്നില്ല. മഴയും ഉണ്ട്, ചാറ്റൽ മഴയേ ഉള്ളു. കുറച്ചങ്ങോട്ട് പോകുമ്പോ കടുത്ത മഴ വല്ലം വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. മഴ വരുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. പേടിച്ചാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ആലപ്പുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു പരുവമായി. എന്റെ മുതുകത്ത് വലിയ വെയിറ്റ് ഉള്ള ഒരു ലാപ്ടോപ്പ് കിടപ്പുണ്ട്. കൂടാതെ എന്റെ പുറകെ വലിയ ലഗേജ് ഇരിപ്പുണ്ട്. ഞാൻ മുതുക് കഴച്ചൊടിഞ്ഞ ഒരു പരുവമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, നിർത്തുന്നുണ്ടോ അസ്മീറെ? നിർത്ത്. കുറെ പറയുമ്പോ ഒന്ന് നിർത്തും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കും. ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ തന്നെ വല്ലാത്ത പാടാണ്. കാരണം ഈ ലാപ്ടോപ്പും ചുമക്കണം, പുറകിൽ ലഗേജ് ഉണ്ട്. ആ ലഗേജ് കവർ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. വല്ലാത്ത ദുഷ്കരമായ ഒരു യാത്രയായി പോയി. ഞാൻ ഇപ്പൊ എത്തും എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുവായിരുന്നു. ഇത്രയും ദൂരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല.
ഒരു കടമ്പ തന്നെയാണ് മക്കളെ. ഇടയ്ക്ക് എനിക്ക് തോന്നി ആദ്യം നമുക്ക് തിരിച്ചു പോകാന്ന്, പക്ഷെ തിരിച്ചു പോകുമ്പോഴേ ഇനി ഒരുപാടില്ലേ. പകുതി ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റുമോ? കാരണം വണ്ടിയുടെ സീറ്റിൽ ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പുറകിലിരിക്കുന്നവർക്കാണ് ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ. ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോ ഇത്ര ബുദ്ധിമുട്ടില്ല. എന്തായാലും കാറിലാണേലും ഭയങ്കര റിസ്ക് തന്നെ. ഒരുപാട് ഓടാനില്ലേ, എത്ര ഓടിയാലും എത്തത്തില്ല കേട്ടോ. എന്തായാലും ഇപ്പൊ എത്തും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ആ അവസ്ഥ നിങ്ങളത് ഓർത്ത് നോക്കിക്കേ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൂന്നാറ്. ഇനി ഞങ്ങള് മൂന്നാറ് മാത്രമല്ല പോകുന്നത്, ഇത് കഴിഞ്ഞ് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഒന്നും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല. അപ്പൊ ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. വട്ടവട ഇനി എത്തുമ്പോഴത്തേക്ക് എന്റെ പരുവം എന്താവുമെന്ന്. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡാ. അതിൽ ഈ ഓവർ വെയിറ്റ് ഒക്കെ എന്റെ മുതുകത്തിട്ട് പോകുമ്പോ ഭയങ്കര പണിയാണ് കിട്ടുന്നത്. ഒരുപാട് കിലോമീറ്റർ ഇനി യാത്ര ചെയ്താലേ വട്ടവട എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം ഞങ്ങള് ഫുള്ള് വട്ടവടയിലെ വീഡിയോ ഒന്നും ഇടുന്നില്ല. ഇനി അടുത്ത ഭാഗത്തുണ്ടാവും വട്ടവടയിലെ ആ ഗ്രാമത്തിലെ കൃഷി ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ. അതുകൊണ്ട് നിങ്ങള് മുടങ്ങാതെ വീഡിയോ ഒക്കെ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പം നിങ്ങൾ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനവും ലൈക്കും ഓരോ കമന്റും ഞങ്ങൾക്ക് ഓരോ പ്രതീക്ഷയാണ് തരുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ മൂന്നാർ ടൗൺ എത്തിയേക്കുവാണ്. അപ്പൊ ഇനി ഈ കാണുന്നതൊക്കെ മൂന്നാറാണ് കേട്ടോ. ഇവിടുന്ന് മാത്രമേ നമുക്ക് സ്പൈസസ് ഒക്കെ കിട്ടത്തുള്ളൂ വാങ്ങിക്കുവാണെങ്കിൽ. പിന്നെ ഇവിടെ ഒരുപാട് എലിഫന്റ് റൈഡും അതുപോലുള്ള ഒരുപാട് തേയില ഫാക്ടറി ഒക്കെ ഉണ്ട്, കാണാൻ ഒരുപാടുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതെല്ലാം കാണണം. പറ്റുമെങ്കിൽ മാത്രം വട്ടവടയിൽ പോകാൻ, അല്ലെങ്കിൽ 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം വട്ടവടയിലോട്ട് നിങ്ങൾ പോകാൻ. പണി കിട്ടി കൂട്ടുകാരെ, പണി കിട്ടി. മൂന്നാർ ടൗൺ എത്തിയപ്പോഴത്തേക്ക് ഇടിവെട്ടും മഴ. എന്റെ പൊന്നു, ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും വലിയ മഴ. എങ്ങനെയൊക്കെ ഓടി ഒരു കടയുടെ സൈഡിൽ കയറി നിൽക്കുവാണ്, കരയാതെ കരയുവാണ്. വലിയ കാര്യത്തെ ആലപ്പുഴയിൽ നിന്ന് നേരെ മൂന്നാറെത്തിയതാണ് കൊടും ചൂടത്തുന്ന ഒരു ആശ്വാസത്തിന്. ഇവിടെ വന്നപ്പോ 8ന്റെ പണി. ഇനി വട്ടവടയിൽ പോകാൻ പറ്റുമോ? വട്ടവട എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമോ? അപ്പം ഈ യാത്ര വെറുതെ ആയി പോയില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.